മുടിക്കാണെങ്കിൽ നല്ല തിളക്കത്തോടെ നിർത്താൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ബ്യൂട്ടി വിത്ത് PSC വ്ലോഗ്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും പ്രശ്നമാണ് അല്ലെ, ചകിരി പിടിച്ചതുപോലെ ഇരിക്കുന്ന മുടിയും നമ്മളിങ്ങനെ ഫ്രണ്ടിലൊന്നും ഒതുങ്ങിയൊന്നും ഇരിക്കാത്ത മുടി എല്ലാവരും അനുഭവിക്കുന്ന ഒരു ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം തന്നെയാണ് അല്ലെ. അപ്പൊ ഈ ഒരു പ്രോബ്ലത്തിന് പറ്റിയ ഒരു സൊല്യൂഷൻ ആണ് നമ്മുടെ ഏറ്റവും നല്ല ബെസ്റ്റ് കണ്ടീഷണർ എന്ന് പറയാൻ പറ്റുന്നതാണ് തേങ്ങാപ്പാൽ എന്ന് പറയുന്നത്. അപ്പൊ തേങ്ങാപ്പാൽ എല്ലാവർക്കും എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നൊക്കെ അറിയാം. പക്ഷെ ഞാൻ ഈ പറയുന്ന ഒരു മെത്തേഡിൽ നിങ്ങൾ തേങ്ങാപ്പാൽ എടുക്കുകയാണെങ്കിൽ ആ തേങ്ങയിലുള്ള മുഴുവൻ പാല് നമുക്ക് കിട്ടുകയും ചെയ്യും. അത് മാത്രമല്ല നമ്മുടെ മുടിയുടെ സ്പ്ലിറ്റൻസും അതെല്ലാം മാറ്റി മുടിയെ നല്ല സിൽക്കി ആക്കി വെക്കാൻ, നല്ല സോഫ്റ്റ് ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ടും മുടി ടെക്സ്ചർ തന്നെ മാറ്റാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പൊ എങ്ങനെയാണ് നമ്മൾ ഈ തേങ്ങാപ്പാൽ പ്രിപ്പയർ ചെയ്യണതെന്നും എങ്ങനെ നമുക്കിത് മുടിയിൽ ഉപയോഗിക്കാമെന്നും നമുക്ക് കണ്ടിട്ട് വരാം. ആദ്യം നമുക്ക് വേണ്ടത് കുറച്ച് തേങ്ങ ചിരവിയതാണ്. അതിനുശേഷം ഒരു പാത്രം വെള്ളം എടുത്തിട്ട്, സാധാ വെള്ളം മതി, അതിലേക്ക് ഈ തേങ്ങ ചിരവി ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഒരു 15 മിനിറ്റ് ഇങ്ങനെ തന്നെ വെച്ചേക്കുക. 15 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഈ ഒരു പരുവത്തിൽ കിട്ടും. അപ്പൊ നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ അടിച്ചെടുക്കാം. അടിച്ചതിന് ശേഷം നല്ലതുപോലെ ഫിൽറ്ററും കൂടി ചെയ്തെടുക്കാം കേട്ടോ. അപ്പൊ ഫിൽറ്ററും കൂടി ചെയ്തെടുത്ത് കഴിയുമ്പോൾ നമുക്ക് ഇതിൻ്റെ അടുത്ത് മുഴുവൻ പാലും ഇറങ്ങി വരുന്നതായിരിക്കും. ഈസി ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടി ആ ബോട്ടിലിന്റെ മുകളിലായിട്ട് തന്നെ നമുക്കൊരു ഹോളും കൂടി ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പൊ നമുക്ക് ഇതുപോലെ ഈസി ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടി കൂടി പറ്റും കേട്ടോ. ആദ്യം നമ്മുടെ മുടി നല്ലതുപോലെ ചീവി സെറ്റാക്കി വെച്ചേക്കാം കേട്ടോ. അതിനുശേഷം നമ്മൾ എണ്ണയൊന്നും തേച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി സെക്ഷൻ വൈസ് ആയിട്ട് എടുത്തിട്ട് റൂട്ട് തൊട്ടിട്ട് എൻഡ് വരെ നമ്മൾ നല്ലതുപോലെ മുടിയിൽ തേങ്ങാപ്പാൽ തേച്ച് പിടിപ്പിക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ ഒരു 15 മിനിറ്റോളമാണ് വെയിറ്റ് ചെയ്യേണ്ടത്. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ ഈ ഫ്രണ്ടിലത്തെ പോർഷനിലൊക്കെ നമ്മൾ നല്ലതുപോലെ തന്നെ തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ട് നല്ലപോലെ സെറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. കാരണം ഈ ഒരു പോർഷനൊക്കെ ആയിരിക്കും നമ്മൾ ഒതുങ്ങാതെയൊക്കെ ഇരിക്കുന്നത് കേട്ടോ. അപ്പൊ 15 മിനിറ്റോളം തന്നെ വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രദ്ധിക്കണേ. അപ്പൊ എങ്ങനെയാണ് നമ്മൾ തേങ്ങാപ്പാൽ ഉപയോഗിച്ചത് എല്ലാവരും കണ്ടല്ലേ. അപ്പൊ നമ്മൾ ഈ വിധത്തിലാണ് തേങ്ങാപ്പാൽ എടുക്കുകയാണെങ്കിൽ ശരിക്കും നമുക്ക് ആ ഒരു തേങ്ങയുടെ ആ ഒരു സത്ത് ഉണ്ടല്ലോ, അത് നല്ല രീതിയിൽ തന്നെ ഇറങ്ങി വരുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ പാല് കൂടുതൽ കിട്ടുകയും ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മുടെ മുടിക്കാണെങ്കിൽ നല്ല തിളക്കത്തോടെ നിർത്താൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ മുടി വെറുതെ കഴുകിയെടുക്കാൻ പറഞ്ഞല്ലോ. അപ്പൊ നമ്മൾ മുടി വെറുതെ കഴുകിയെടുത്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു എണ്ണമയം തോന്നുന്നുണ്ടെങ്കിൽ മാത്രം ചെറുതായിട്ടൊന്ന് ഷാമ്പു ചെയ്യാം കേട്ടോ. വളരെ ചെറുതായിട്ട് മാത്രം മതി. ഒരു കപ്പിൽ വെള്ളം ഇട്ട് ഒരു ഡ്രോപ്പോ 1/2 ഡ്രോപ്പോ മാത്രം ഷാമ്പു ഒന്ന് മിക്സ് ചെയ്തിട്ട് നിങ്ങളൊന്ന് തല കഴുകി എടുക്കുക കേട്ടോ. അത് ഒത്തിരി ഓയിലായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഇങ്ങനെ ചെയ്തില്ലെങ്കിലും നിങ്ങൾക്ക് ഒരു പ്രശ്നമില്ല. മുടി നല്ല സൂപ്പർ ഷൈനി ആയിട്ട് നല്ല കണ്ടീഷനിങ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും കേട്ടോ. അപ്പൊ തേങ്ങാപ്പാൽ എന്ന് പറയുന്നത് പണ്ട് കാലം മുതലേ തന്നെ ആൾക്കാർ ഉപയോഗിക്കുന്നതാട്ടോ. അപ്പൊ അതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് കൂടുതൽ എഫക്റ്റീവായിട്ട് നിലനിൽക്കുകയും ചെയ്യും കേട്ടോ. അപ്പൊ നമ്മൾ ഈ ഉപയോഗിക്കുന്ന പുറത്തുനിന്നൊക്കെ വാങ്ങിച്ച് ഉപയോഗിക്കുന്ന ഓരോ എണ്ണകളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇതിനെക്കാട്ടും ഇരട്ടി റിസൾട്ട് ആയിരിക്കും ഈ തേങ്ങാപ്പാൽ തരുന്നത് കേട്ടോ. അപ്പൊ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് കരുതുന്ന വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ, കമന്റ് ചെയ്തേക്കണേ. പിന്നെ ആരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോ പുതിയൊരു സബ്ജക്റ്റ് ആയിട്ട് കാണാം. ഡിയേഴ്സ്, ബൈ, ടേക്ക് കെയർ.